ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു tutti frutti റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ പ്ലം കേക്ക് അല്ലെങ്കിൽ ഫലൂദയൊക്കെ ഉണ്ടാക്കുന്ന ടൈം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇടുന്നതാണ്. ഇത് നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ടുള്ള പപ്പായ വെച്ചാണ് ഉണ്ടാക്കുന്നത്. പച്ച പപ്പായ, ഞങ്ങളുടെ സൈഡൊക്കെ ഇതിന് കപ്പക്ക എന്നാണ് പറയാറ്. ഇതിന് ഉണ്ടാക്കാൻ വളരെ കുറച്ച് ടൈമേ വേണ്ടും. പക്ഷെ ഇതൊന്ന് ഉണങ്ങി കിട്ടാനും അതുപോലെ തന്നെ അതിൻ്റെ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് അതിൽ പിടിക്കാനും വേണ്ടി കുറച്ച് ടൈമേ ആവശ്യമുള്ളൂ. അല്ലാതെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് കുറച്ച് വലിയൊരു പാൻ എടുത്ത് അതിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കണം. നമ്മുടെ പപ്പായയുടെ ഒരു 3 ഇരട്ടി വെള്ളം വെച്ച് വേണം ബോയിൽ ചെയ്യാൻ വേണ്ടി. ഇവിടെ ഞാൻ 1 കിലോ പപ്പായ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കുറച്ച് അളവാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വെള്ളം കുറച്ച് ചെറിയൊരു പാത്രത്തിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പപ്പായ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 കിലോ പപ്പായാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. അതിൻ്റെ പുറത്തുള്ള തൊലിയും പിന്നെ ഉള്ളിലെ കുരു പിന്നെ ഉള്ളിൽ ചെറിയൊരു സ്കിന്നുണ്ട്, അതും കൂടി കട്ട് ചെയ്ത് എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ക്യൂബ്സ് ആക്കി ഇട്ട് കൊടുക്കാം. ഇത്തിരി വലിയ പീസാക്കിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്, കാരണം ഇത് ഒന്ന് ബോയിലൊക്കെ ആയി വരുമ്പോഴത്തേക്കും ഒന്ന് ചുരുങ്ങിക്കോളും. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുത്താൽ മതി. 4-5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. ആ സമയത്ത് ഇത് പകുതി വെന്തോളും. നല്ലോണം വേവിക്കരുത്, കാരണം ഇനി ഇത് ഷുഗർ സിറപ്പിലൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും. പിന്നെ ഇപ്പം തന്നെ നന്നായിട്ട് വെന്താൽ ആ സമയത്ത് അത് ഉടഞ്ഞു പോവും. നമ്മുടെ പപ്പായ ഇവിടെ നന്നായിട്ട് ബോയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 4 അല്ലെങ്കിൽ 5 മിനിറ്റ് മാത്രമേ വേവിക്കാവൂ, കാരണം പകുതി മാത്രമേ കുക്കാവാൻ പാടുള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്കിത് തീ ഓഫ് ചെയ്ത് അതിൻ്റെ വെള്ളം ഒന്ന് വാരാൻ വെക്കാം. അപ്പോൾ ഇവിടെ ഇത് പകുതി കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് തണുത്ത് കഴിയുമ്പം ശരിക്കും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. ആ ഒരു വിധത്തിലാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് സെയിം പാനിൽ തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് സെയിം അളവ് തന്നെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് ഷുഗറിന് 2 കപ്പ് വെള്ളം. നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഷുഗർ സിറപ്പ് തിളക്കാൻ വെക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഷുഗർ സിറപ്പ് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ സമയത്ത് 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച പപ്പായ കൂടി ഇട്ട് കൊടുക്കാം. ശ്രദ്ധിക്കണം, കാരണം പപ്പായ ഇട്ട് കൊടുക്കുമ്പം ഷുഗർ സിറപ്പ് മേലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നല്ല ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് വലിയ പാൻ എടുത്താൽ നന്നായിരിക്കും, കാരണം തിളക്കുന്ന സമയത്ത് ഈ ഷുഗർ സിറപ്പ് പുറത്തേക്ക് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ അത് നല്ല കട്ടിയതിന് ശേഷം ഇതുപോലെ നമ്മുടെ കൈ 2 വിരലിൽ ഇതുപോലെ എടുത്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. ഒരു നൂൽ പരുവായാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ അധികം വെക്കരുത്, അവിടെ പഞ്ചസാര നല്ലോണം കുറുകി പോവും. ഇതാണ് ഇതിൻ്റെ ആ ഒരു പാകം. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. ഈ സമയത്ത് ഒരു 3/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കണം. എൻ്റെ ക്യാമറ ആ സമയത്ത് ഞാൻ ഓണാക്കാൻ മറന്നുപോയിന്.
ഞാൻ 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് എത്ര കളറാണോ ചെയ്യുന്നത് അത്രയും ഭാഗമാക്കി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 കളറാണ് ആക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ 4 ബൗളിലേക്കാണ് ഇപ്പോൾ ഇതിനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ തിന്നാൻ കൊടുക്കാൻ മാത്രമാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഈ ഒരു നാച്ചുറൽ കളർ തന്നെ നമുക്ക് ഡ്രൈ ചെയ്തെടുത്താൽ മതി. ഷുഗർ സിറപ്പ് പിടിക്കാൻ വേണ്ടി മാത്രം വെച്ചാൽ മതി, കളർ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ 4 കളർ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഷുഗർ സിറപ്പോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 4 ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത് പിങ്ക് കളറാണ്. ഞാൻ ജെൽ കളറാണ് ഉപയോഗിക്കുന്നത്. ഓരോ ഡ്രോപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഞാൻ ചെയ്യുന്നത് ഓറഞ്ച് കളറാണ്. അപ്പോൾ നമുക്ക് ഒരു ഡ്രോപ്പ് ഓറഞ്ച് കളർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് നേരത്തെ പോലെ തന്നെ മിക്സ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഗ്രീൻ കളർ വെച്ചാണ്. നമുക്കും നേരത്തെ പോലെ ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് 5 ഭാഗമാക്കിയതിന് ശേഷം ഒരെണ്ണത്തിൽ കളറൊന്നും ചേർക്കാതെ വെച്ചാൽ മതി. അപ്പം 5 കളറായി കിട്ടും. ഞാൻ അവസാനം ചെയ്യുന്നത് റെഡ് കളർ വെച്ചാണ്. അതും നമുക്ക് മിക്സ് ആക്കി എടുക്കാം. അപ്പം ഞാനിവിടെ 4 കളറും ചെയ്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം വരെ അതിൻ്റെ സിറപ്പൊക്കെ ഒന്ന് അതിൽ നല്ലോണം പിടിക്കാൻ വേണ്ടി വെക്കാം. കളറും സിറപ്പൊക്കെ നന്നായി പിടിച്ചോളും. മിനിമം ഒരു 12 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ ഇത് ഞാനൊരു ദിവസം വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പപ്പായക്ക് നന്നായിട്ട് കളറൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ഉണക്കിയെടുക്കണം. അപ്പം അതിന് വേണ്ടി ഒരു പ്ലേറ്റിൽ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിലോ മറ്റോ ടിഷ്യൂ പേപ്പർ ഒന്ന് വിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ടവലായാലും മതി. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ പപ്പായ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഉണങ്ങാൻ വെക്കണം. അപ്പം ഞാൻ ഒരു ദിവസം ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ ഓരോ ക്ലൈമറ്റിനനുസരിച്ച് അതിൻ്റെ ആ ഒരു സമയം കുറയും കൂടിയൊക്കെ ചെയ്യും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇത് നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെ വെറുതെ കഴിക്കാനാണെങ്കിൽ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഉണക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ആ കേക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി വരാം. താങ്ക്